അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡി ഒരു വസ്ത്രമുണ്ടായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരു പുതിയ ഒരു ജോഡി വസ്ത്രമാണ്. ഫാത്തിമ ബീവി എടുത്തുകൊണ്ട് വന്ന് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, അലിയേ പോയിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാലിയേ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ ഇത് നിനക്കിഷ്ടമുള്ള വസ്ത്രമാണല്ലോ ഫാത്തിമ, അല്ലാഹുവേ ഇത് വിൽക്കണോ ഫാത്തിമ? വിശപ്പ് സഹിക്കുന്നില്ല അലിയേ, വിശപ്പ് സഹിക്കുന്നില്ല അലിയേ. അലിയാർ തങ്ങൾ കടന്നു പോവുകയാണ്. അതാ പുതുവസ്ത്രവുമായി കടന്നു ചെന്നു, അതാ കൊണ്ടുപോയി വിൽക്കുകയാണ്. 6 ദിർഹമാണ് കൂലി കിട്ടിയത്, 6 ദിർഹമാണ് കൂലി കിട്ടിയത്. അലിയാർ തങ്ങൾ 6 ദിർഹവുമായി ഭക്ഷണം വാങ്ങാ പോകുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നു, അലിയേ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയിലാണ് അലിയേ, തളർന്നു കിടക്കുകയാണ് അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ, മരിച്ചു പോകുമെന്ന് പേടി തോന്നുന്നു അലിയേ, എന്തെങ്കിലും തന്നു സഹായിക്കുക അലിയേ. അലിയാർ തങ്ങളല്ലാ തന്റെ കുടുംബം പട്ടിണിയിലാണ്. അവസാനത്തെ ഒരു ജോഡി വസ്ത്രം കെട്ടിട്ട് കിട്ടിയ പൈസയാണ് കയ്യിലിരിക്കുന്നത്. അലിയാർ തങ്ങളില്ല എന്ന് പറഞ്ഞില്ല, പകുതി കൊടുക്കാമെന്ന് കരുതിയില്ല. കയ്യിലിരിക്കുന്ന 6 ദിർഹം എടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, മനുഷ്യ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ. 6 ദിർഹം സദക്ക കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വെറും കയ്യോടെ തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടക്കുകയാ. അല്ലാ ഭാര്യയോട് എന്താ പറയുന്നത്? വെറും കയ്യോടെ അലിയാർ തങ്ങൾ മടങ്ങി വരുമ്പോ ഒരു മനുഷ്യൻ ഒരു ഒട്ടകവുമായി കടന്നു വരികയാ. അലിയാർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ ഈ ഒട്ടകത്തിന് വേണോ അലിയേ? 100 ദിർഹം നീ എനിക്ക് തന്നാ മതി, എനിക്ക് 100 ദിർഹം തന്നാ മതി. അലിയാർ തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല, 1 ദിർഹം പോലും എന്റെ കയ്യിലില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ തരണ്ട, കിട്ടുമ്പോ തന്നാ മതി, കടമായിട്ടിരിക്കട്ടെ അലിയേ. അലിയാർ തങ്ങളുടെ കയ്യിലടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ടല്ലാ മനുഷ്യനങ്ങ് നടന്നുപോയി. അലിയാർ തങ്ങൾക്കൊരു സമാധാനമില്ല. 100 ദിർഹം കടക്കാരനായല്ല അല്ലാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ രണ്ടാമതൊരു മനുഷ്യന് കടന്നു വരികയാ. അലിയേ ഒട്ടകത്തിനെ എനിക്ക് തരുവോ അലിയേ? 160 ദിർഹം ഞാൻ നിനക്ക് തരാ. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ 100-നാണ് വാങ്ങിയത്. ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, 160 തരാം. കയ്യിൽ കൊടുത്ത് ഒട്ടകത്തെ വാങ്ങി അലിയാർ തങ്ങൾ ഓടുകയാണ്. 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ. 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ. 60 ദിർഹം തനിക്ക് ലാഭം കിട്ടി. അലിയാർ തങ്ങൾ കമ്പോളത്തിലേക്ക് ചെന്ന് ഭക്ഷണം വാങ്ങി, സാധനങ്ങൾ വാങ്ങി, വസ്ത്രങ്ങൾ വാങ്ങി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, അലിയേ എന്റെ 1 ജോഡി വസ്ത്രത്തിന് ഇത്ര വലിയ വില കിട്ടിയോ അലിയേ? അതാ അലിയാർ തങ്ങൾ നടന്നത് മുഴുവനും പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ ഫാത്തിമ എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്നപ്പോ എന്റെ കയ്യിലിരുന്ന 6 ദിർഹം ഒരു പാവപ്പെട്ട കുടുംബത്തിന് സദക്ക കൊടുത്തപ്പോ ഒന്നിനു പകരം അല്ലാഹു 10 തന്നു. ഒന്നിനു പകരം അല്ലാഹു 10 തന്നു. 6-ന് പകരം 60 തന്നു ഫാത്തിമ.
6 പകരം അല്ലാഹു 60 കൊടുത്തു. ആരാ ഒട്ടകത്തെ വിറ്റത്? ആരാണ് ഒട്ടകത്തെ വിറ്റത്? മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഒട്ടകത്തെ വിറ്റത്. വാങ്ങിയതാരാ? മീകായിൽ അലൈഹിസ്സലാം. ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ അവസാനം അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയിട്ടോ മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ, നിന്റെ മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കാണാ, ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലമായ സ്വർഗ്ഗമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്നാ. ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലമുണ്ടല്ലോ, ഈ ബക്കറ്റിലിടുന്ന പൈസയുടെ പ്രതിഫലമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്നാ. മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാം മുസ്ലിമേ, മരിക്കുമ്പോ കാണാറുള്ള പ്രതിഫലമോ. ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടാണ് മരിക്കേണ്ടത്. ഇതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്, ഇതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. അല്ലാ, സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ.